ഈ ഓണക്കാലത്ത് നമ്മളങ്ങനെ വീണ്ടും കാണുകയാണ്. പിന്നെ അല്ലെ, ആ കാണുന്നതിൽ ഒരു രസകരമായ ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഇതിന് തൊട്ട് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചിരുന്നു. അന്ന് സംസാരിച്ച് ഈ പൂക്കാലത്തിലെ ഈ കഥാപാത്രമാണ് ഇച്ചോ എന്ന 100 വയസ്സുകാരനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുമ്പോൾ. ഒരുപാട് സംസാരിച്ചപ്പോൾ എന്നോട് ഒരു കാണണം എന്ന് പറഞ്ഞു. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയത് എന്താണെന്ന് അറിയാം, ഒരു വരവ് കൂടി വരേണ്ടി വരും ഒളശയിലേക്ക്, കോട്ടയത്തേക്ക് ഒരു വരവ് കൂടി കുട്ടേട്ടനെ കാണാൻ വരേണ്ടി വരും എന്നാണ് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. കാര്യം മനസ്സിലായല്ലോ. അല്ലാതെ അതിപ്പോൾ നാഷണൽ ജൂറിക്കും മനസ്സിലായി. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു എന്തൊരു പ്രത്യേക ഒരു സുഖം തോന്നി. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു കഥാപാത്രമാണ്, ഒരു വളരെ വ്യത്യസ്തമായി ചെയ്യാൻ പറ്റും എന്നൊക്കെ തോന്നിയതാണ്. അകത്തിരുന്ന് തോന്നിയത്. നമുക്കെന്നാ അകത്തേക്ക് പോകാം. അല്ല, ഈ ചില കഥാപാത്രങ്ങളെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഫീലുണ്ടാകും. അപ്പം എനിക്കാണെങ്കിൽ ഈ 2 കഥാപാത്രങ്ങൾക്കും അങ്ങനെയാണ്. അപ്പുപിള്ളയും രണ്ടിനും അതെ. ഇച്ചോയ് ഇത് എന്നോട് ഒരു കഥ വായിച്ചു. ഇച്ചോയിന്ന് വിളിക്കുന്നത് അവർ ഇപ്പം എന്നെ നാട്ടുകാർ ഒരുപാട് പേര് ഇച്ചോയിന്ന് വിളിക്കുന്ന കുറച്ചുകൂടെ ഒരു കോട്ടയം ബ്ലെൻഡ് ഉണ്ട് അതിൽ. അപ്പോൾ അത് വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു എന്തോ ഒരു സുഖം തോന്നി. പിന്നെ പെട്ടെന്ന് പണ്ട് മുതൽ ആഗ്രഹമുണ്ട് ഒരുപാട് പ്രായമുള്ള കഥാപാത്രം ചെയ്യണമെന്ന്. അങ്ങനെ തോന്നിപ്പിച്ച ഒരു അനുഭവം എവിടെയോ ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. അത് നമ്മുടെ കൊട്ടാരക്കര ചേട്ടനെ അരുണാചല നേരം. അപ്പോൾ അതിനകത്തൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അന്നത്തെ കാലത്ത് അത്രയും വ്യത്യസ്തമായ അന്ന് മേക്കപ്പിന് ഇത്ര സാധ്യതയില്ല. അപ്പോൾ അതുണ്ട് എനിക്ക്. അപ്പോൾ അതുപോലൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് അങ്ങനെ ആയാലോ, അങ്ങനത്തെ ഒരു കഥാപാത്രമല്ലേ. ഇതിൽ ഒരു കാര്യം കൂടി സാന്ദർഭ്യമായി, ഈ മേക്കപ്പ് സാധാരണ ഈ അവാർഡിലേക്ക് പോകുമ്പോൾ ഓവർ മേക്കപ്പ് എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. ഇതിൽ വളരെ ബ്ലെൻഡാണ്. അല്ല, ഇത് പോസ്റ്ററിക് മേക്കപ്പ് അല്ല, മറ്റേ പ്രോസ്തറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടാണ്. അതെനിക്ക് ആദ്യം ചെയ്തതാ. അത് ഞാൻ ഇതൊക്കെ അത് തന്നെ ചെയ്തു കഴിഞ്ഞ് നല്ല ഗംഭീരമായിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞാനും കണ്ണാടി നോക്കിയപ്പോൾ നല്ല രസമാണ്. പക്ഷെ ഞാനൊന്ന് ചിരിക്കുകയും എൻ്റെ മുഖത്ത് വല്ല ഭാഗങ്ങളും വരുത്തി നോക്കി, ഒന്നും വരികയല്ല. ഇതൊരു മാസ്ക് അല്ലേ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ഇത് ശരിയാകുമല്ലോ, ഇങ്ങനെ തന്നെ വലിച്ച് കളഞ്ഞു. നാച്ചുറലായിട്ട് പിന്നെ ചെയ്ത്. അപ്പം ഞാൻ പിന്നെ പറഞ്ഞു നമുക്ക് വേറെ ഒരു ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റോണക്സിനെ വിളിച്ചത്. അപ്പം റോണക്സിനോട് കാര്യം വേണ്ട, എനിക്ക് ചുളികളൊക്കെ വേണം, പക്ഷേ എൻ്റെ കണ്ണ്, എൻ്റെ ഇത്രയും ഭാഗം ഇതൊന്നും മറക്കാം. അതായത് കുട്ടേട്ടൻ്റെ ഓരോ എക്സ്പ്രഷനെ ആ പ്രായത്തിൽ കാട്ടേണ്ട ഓരോ എക്സ്പ്രഷനെ ഇത് ബ്രേക്ക് ചെയ്തില്ല. അതെന്താ അറിയോ, ഈ ഓരോ പീസ് അത് ഞാനിപ്പോൾ ഇങ്ങനെ ഞാൻ തന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കും, അവൻ ഇങ്ങനെ പിടിക്കും. ഇവിടെ ലാറ്റക്സ് അല്ലേ, ഇങ്ങനെ അതിങ്ങോട്ട് തേക്കും, ഒരു ക്രീം പോലെ. എന്നിട്ട് പതുക്കെ അത് വിടും, ചെറുതായിട്ട് ചൂടാക്കും. എന്നിട്ട് പതുക്കെ വിടുമ്പോൾ ആ ചുളിവ് കാണും. പിന്നെ ഇവിടം പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിളിക്കും. അപ്പം ഇവിടെ ഞാൻ പിടിക്കും, അവിടെ മറ്റേ മേക്കപ്പ് വേറെ പയ്യെ പിടിക്കും, ഇവിടെ ഇടും, എന്നിട്ട് ആ ചുളിവ് വിടും. പിന്നെ ഇവിടെ ഇങ്ങനെ പിടിക്കും, ഇവിടെ വിടും. അപ്പോൾ ഞാൻ തന്നെ പിടിക്കുക. അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ ഞാൻ കൈ മാറി പിടിച്ചാൽ അപ്പോഴും തെറ്റും. ഇന്നലത്തെ ചുളിവായിരിക്കും നാളത്തെ ചുളിവ്. പിന്നെ അപ്പോൾ ഞാൻ തന്നെ പിടിക്കും. അപ്പോൾ അങ്ങനെ ഇത് വിട്ടപ്പോൾ പിന്നെ ഞാൻ വേറെ കാര്യം ചെയ്യും. രാവിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഭക്ഷണം കഴിപ്പൊന്നുമില്ല, ഇത് മേക്കപ്പ് ഷൂട്ടിങ് തീരുന്നവരെ ഞാൻ മുഖത്ത് അങ്ങനെ മുഖം ലൂസാക്കി ഇത് മനസ്സിലും തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതി എന്നാ. ഇത് രാവിലെ തുടങ്ങുന്നില്ല. ഫിസിക്കലി ഞാൻ ഇതങ്ങ് കുറേ നേരം കഴിയുമ്പോൾ ഇതങ്ങ് ലൂസാവും. ശബ്ദത്തിന് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ സംസാരിക്കും, ഇവിടെയൊക്കെ ചലനം ഉണ്ടാവും. അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ ആക്കിയത്. ഇത് രാവിലെ തുടങ്ങുന്നല്ലേ? രാവിലെ 6 മണിക്ക് മേക്കപ്പ് തുടങ്ങി മിനിമം 3.5 മണിക്കൂർ. ആദ്യം 4 മണിക്കൂറായിരുന്നു. പിന്നെ ഇത് അഴിക്കാൻ രാത്രിയിൽ ഇതേപോലെ ഇത്തവണ അവാർഡ് കിട്ടിയപ്പോൾ ഉർവശി പറഞ്ഞത് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും എനിക്ക് അല്ലല്ല ഉർവശി ചെയ്യാനിരുന്നു. അതെ, അന്ന് 2 പ്രായം ചെയ്യാം. ഉർവശി ആകുമ്പോഴേ കൊച്ചു ത്രേസ്യമായിട്ട് ചെയ്യാം, മറ്റൊന്നും ചെയ്യാം. ഇത് ഇവര് വന്നപ്പോഴത്തേക്ക് വേറെ ഒരാൾ ചെയ്യേണ്ടി വന്നില്ലേ. അപ്പോൾ ഉർവശിയെ സമീപിച്ചു. അപ്പോൾ ഉർവശി ഇത് തന്നെ പറഞ്ഞു, മേക്കപ്പിന് ഇത്രയും മാത്രമല്ല നമ്മളെ ഫിസിക്കലി നമ്മൾ അങ്ങനെ ആയാലേ പറ്റൂ. ഇപ്പോൾ എൻ്റെ കണ്ണൊക്കെ കൊണ്ടുപോയി ഞാൻ എൻ്റെ പിരിയൊക്കെ വളർത്തി, എൻ്റെ പിരിയം വളരും. ഞാൻ പിരിയം ഫുൾ വളർത്തി. എന്നിട്ട് ഇവിടെ പകുതി ഷേവ് ചെയ്തു, ഇത്രയും ഷേവ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഇടും. ഇതിനകത്തുള്ള നോട്ടമൊക്കെ വരുമ്പോഴത്തേ അതുകൊണ്ടാണ് പെട്ടെന്ന് ആ ലുക്കും എല്ലാം മാറും. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഇരിക്കണം. എനിക്കത് ഇഷ്ടമാണ്. അല്ല, ഞാനത് പറയാൻ സുഖമുണ്ട്. നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ആകാശദൂതിൽ മാധവി അവാർഡിനോളം എത്തിയിട്ട് ഓവർ മേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് ജൂറി തഴഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചോദിച്ചത്. ആ കാലത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്.
അതൊക്കെ ഇവരൊക്കെ ഈ പറഞ്ഞില്ലേ ജൂറി അവരൊക്കെ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ ഓരോ അവരുടെ ഓരോ അറിവുകളാണ്. ഇപ്പം ഞാൻ പോയി ഇപ്പം ഞാനൊരു സിനിമ കാണുന്ന പോലെ ആയിരിക്കില്ല ശരത്ത് സിനിമ കാണുന്നത്. ഇപ്പം ഞാൻ ചിലപ്പോൾ സിനിമ കാണുമ്പോഴത്തേക്കും അഭിനയമായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇപ്പം വേറെ ആൾ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സൈഡായിരിക്കും നോക്കുന്നത് അല്ലേ. അപ്പം ഓരോരുത്തരുടെയും മാനസികാവസ്ഥ അനുസരിച്ച് പിന്നെ അന്നത്തെ ദിവസം വീട്ടിൽ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിനിമ ഒന്നും പറ്റില്ല. പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ സിനിമ ഈ കഥാപാത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടയിൽ പറഞ്ഞത് കൊട്ടാരക്കരയുടെ അരനാഴിക നേരം പഴയ കാലത്ത് സ്വാധീനിച്ചു, അതുപോലൊരു കഥാപാത്രം വരുന്നു എന്ന് പറയുന്നൊരു ഫീല് മറ്റേ അതെ കിഷ്കിന്താകാന്ഡം അപ്പുള്ള. പക്ഷെ അതുണ്ടല്ലോ ആ സ്ക്രിപ്റ്റ് ഒരു അപാര സ്ക്രിപ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സ്റ്റക്കായിരുന്നു. അപ്പോൾ എനിക്കത് ഇതെങ്ങനെ എന്നുള്ള ഒരു ഒന്നാമത്തെ കാര്യം ഈ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ രോഗം ഞാൻ കണ്ടില്ല, അങ്ങനത്തെ അവസ്ഥ കണ്ടു. പിന്നെ അവൻ്റെ മോളോട് ചോദിച്ചു, അവളിപ്പോൾ UK അവളെ വിളിച്ചു ചോദിച്ചു ഇങ്ങനെയാണ്. അപ്പോൾ അവൾ പറഞ്ഞു അച്ഛാ ഇത് ഒരാൾക്ക് ഡിമെൻഷ്യ എന്ന് പലർക്കും പലതാണ്, ഒരാൾക്ക് വരുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾക്ക്. അപ്പോൾ അത് പലർക്കും പല അവസ്ഥകളാണ്. അപ്പം ഞാനിത് കൺസീവ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഇപ്പം ഇയാൾക്ക് ഉള്ള പ്രശ്നം വെച്ചാൽ ഇയാൾക്ക് മറവി ഉണ്ടെന്നുള്ള കാര്യം ഇയാൾക്ക് അറിയാം. പക്ഷെ എന്നാലും ഇയാൾ ചില കാര്യങ്ങൾ ഓർക്കും. ആ ഓർക്കുന്ന പല കാര്യങ്ങളും മറക്കാൻ ശ്രമിക്കും, സ്വയം അയാൾ ശ്രമിക്കും. അപ്പോൾ ഒരു വാണ്ടറിങ് മൈൻഡായിരിക്കും എപ്പോഴും. ഇതാണ് എനിക്ക് ആദ്യം അതിനെപ്പറ്റി ഇത് കിട്ടിയത്. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഗംഭീരമായിരിക്കും. ഗംഭീരം എന്ന് വെച്ചാൽ ഞാൻ ഇന്നുവരെ വായിച്ചുള്ള സ്ക്രിപ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴേ ബ്രില്യൻ്റ് ആയ സ്ക്രിപ്റ്റ്. ചില വായിക്കുമ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് അത്ര കാണില്ല, പക്ഷേ എടുത്തു വരുമ്പോഴത്തേക്കും അസാധ്യമായിട്ട് വന്ന സിനിമകളുണ്ട്. പക്ഷേ ഇത് വായിച്ചപ്പോഴേ എൻ്റെ മനസ്സിലൊരു സിനിമയുണ്ടായി. അത് സത്യം പറഞ്ഞാൽ സിനിമ കണ്ടപ്പം പോലും എനിക്ക് അത്ര വലിയ ത്രില്ല് തോന്നിയില്ല. അതിനു മുമ്പേ നമ്മൾ എടുത്തു.